ഹലോ, ഗുഡ് മോർണിംഗ്. ഡബ്ല്യൻ മല്ലു വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൃപാസന സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി 5ഉം 6ഉം ഒക്കെ എടുത്തിട്ട് പലർക്കും അവരുടെ നിയോഗങ്ങൾ ഒരെണ്ണം പോലും സാധിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ കൃപാസനത്തിൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ നിയോഗങ്ങളും, അല്ലെങ്കിൽ ഉടമ്പടി പറയുന്ന എല്ലാ നിബന്ധനകളും, നിയമങ്ങളല്ല, നിബന്ധനകൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന 100% ആയിട്ട് നമ്മളത് പാലിക്കാനായിട്ട് ശ്രമിക്കുക. ആ നിബന്ധനകൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ഡേറ്റ് ഇട്ട് നമ്മുടെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ പറയുന്ന നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ കാര്യം, എനിക്ക് ഈ ഉൾപ്പെടിയെ പറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് നിഷ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. നേഴ്സാണ് പുള്ളിക്കാരി. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനും ഉടമ്പടി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. കൂടാതെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ വേറൊരു കാര്യം, നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഒരു പേഴ്സണൽ പ്രാർത്ഥനയിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാർത്ഥന 33 തവണ ചൊല്ലി പ്രാർത്ഥിക്കുകയും, അതുപോലെ തന്നെ വേറെ 2 പ്രാർത്ഥനകളോട് കൂടി അതിൻ്റെ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ ആക്ച്വലി കൃപാസനത്തിൻ്റെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രത്യേകിച്ച് 33 തവണ എന്ന് പറയുന്നതിന് പകരം 50 തവണ ഞാൻ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാർത്ഥന ദിവസവും വൈകുന്നേരം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഒരു പേപ്പറിൽ എഴുതി കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകത്തിൻ്റെ ആ ഒരു പേജിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ എക്സ്ട്രാ ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെയാണ് അതിൻ്റെ കൂടെ ഒപ്പം തന്നെ കൃപാസന പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ചെല്ലുന്ന പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനകളോടുകൂടി ഉൾപ്പെടുത്തിയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഉടമ്പടി കൃത്യമായി പാലിക്കുക, അല്ലെങ്കിൽ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥനകളിൽ കൂടി ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പാലിച്ച് പോയി ഉടമ്പടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവം നടത്തി തന്നിരിക്കും. അതിലൊരു സംശയം നമുക്ക് വേണ്ട. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. പിന്നെ ഇന്നലെ ഒരു ഹിന്ദു പയ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, ഇതുപോലെ പള്ളിയിലാണോ പോകേണ്ടത്, അമ്പലത്തിലാണോ പോകേണ്ടത്, അങ്ങനെ ഒരു സംശയമൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം നിങ്ങളുടെ ആചാരങ്ങൾ എങ്ങനെയാണോ, ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കൃപാസനത്തിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ പറ്റുമെങ്കിൽ പാലിക്കാൻ നോക്കുക. അതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നമ്മൾ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത് നിബന്ധനകൾ പാലിക്കുന്ന സമയത്ത് കുമ്പസാരം ഇല്ലാത്തവരുണ്ട്, കുർബാന ഇല്ലാത്തവരുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെ പകുതി കാര്യങ്ങൾ ചെയ്യും, പകുതി കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൃപാസന ഉടമ്പടി നിബന്ധനകൾ പൂർണ്ണമായിട്ട് പാലിക്കണമെന്നില്ല. ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ നിബന്ധനകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പാലിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം മറ്റുള്ളവർക്ക് പരോപകാര പ്രവർത്തികൾ ചെയ്യുക, രോഗികളെ പോയി വിസിറ്റ് ചെയ്യുക, പറ്റുന്ന പോലെ നമ്മൾ ചെയ്യണം. അത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ. ഇപ്പം എല്ലാവർക്കും 1 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം കൊടുക്കണമെന്ന് അങ്ങനെയല്ല. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ എന്താണ് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അത് കൊടുക്കുക. രോഗികൾ നമ്മൾ ആരെങ്കിലും അയൽവക്കത്തോ അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക, വചനങ്ങൾ വായിക്കുക, വചനങ്ങൾ വായിച്ച് ധ്യാനിക്കുക. അതുപോലെ ഇടവകയെ സംബന്ധമായിട്ടുള്ള എല്ലാ പരിപാടികളിലും നമ്മുടെ ഒരു ഭാഗഭാഗത്വം ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുന്ന നിബന്ധനകളെല്ലാം നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ 100% കൂടി പാലിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബന്ധനങ്ങളിൽ ഉണ്ടെന്ന് മനസ്സ് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ കുടുംബത്തിൽ എന്തെങ്കിലും ബന്ധനങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ബന്ധന പ്രാർത്ഥന ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബന്ധനങ്ങളുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള ബന്ധനങ്ങളുണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയുടെ മുന്നിലേക്ക് അത് സമർപ്പിച്ച് ഈശോയുടെ തിരുരക്തം കൊണ്ട് അത് കഴുകി വിശുദ്ധമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർക്കും നമ്മൾക്കും ഒക്കെ, നമ്മുടെ തലമുറയ്ക്കും അതുപോലെ നമ്മുടെ മുന്നുള്ള തലമുറയ്ക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക.
അവർക്ക് വേണ്ടി കുർബാനയെ കാഴ്ച സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ കെട്ടുകൾ അഴിയാനും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള ബന്ധനങ്ങളും നമ്മൾക്ക് നമ്മുടെ ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വലിയൊരു ഉപകാരപ്പെട്ട പ്രാർത്ഥനയാണ് ഈശോയുടെ ബന്ധന പ്രാർത്ഥന. അത് നല്ലൊരു പ്രാർത്ഥനയാണ്. അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കൃപാസന ഉടമ്പടിയുടെ ജേർണിയിൽ നമ്മുടെ കൃപാസന പ്രാർത്ഥനകൾ പാലിക്കുന്നതിനോടൊപ്പം നമുക്ക് കൊണ്ടുപോകാത്ത നല്ല നല്ല ഒത്തിരി നല്ല പ്രാർത്ഥനകൾ ജീവിതത്തിൽ നമുക്ക് ഉണ്ട്. അത് ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവരുടെയും കൃപാസന നിയോഗങ്ങൾ സാധിച്ചു കിട്ടട്ടെ. അതുപോലെ അതിലുപരി നമ്മൾക്ക് കൃപാസനം വലിയൊരു അനുഭവമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.